സുഹൃത്തുക്കളെ അടുത്തതായി കലവർ എന്താ പറയണ്ടേ നമ്മളിന്ന് ഡിസൈനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഓക്കെ നമ്മളിന്ന് ഡിസൈനെ 7ാം മാസത്തിൽ ഡിസിയുടെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പള്ളിയിലൊക്കെ പോയി പപ്പയുടെ കുഴിക്കൊക്കെ പോയി പ്രാർത്ഥിച്ചു. നമ്മളപ്പോൾ എല്ലാവരുടെയും നിന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് ഡിജിയുടെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു പരിപാടിയാണെന്ന് മെയിൻലി നടക്കുക. അപ്പോൾ അവിടെ നിന്ന് ഇനി ഒരു 11-11:30 ആകുമ്പോൾ ഡിജിയുടെ ഫാമിലി മറ്റ് എന്താ പറയുക എൽഡേഴ്സും എല്ലാവരും ഇവിടെ എത്തും. അതിനുശേഷം ഇവിടെ നമുക്ക് കുറച്ച് പ്രാർത്ഥനാ ചടങ്ങുകൾ പരിപാടികളൊക്കെ ഉണ്ട്, കേക്ക് കട്ടിങ് പരിപാടികളൊക്കെ ഉണ്ടാവും. അതിനുശേഷം അവർ ഇവിടെ നിന്ന് ഒരു വിരുന്നൊക്കെ സൽക്കാരമൊക്കെ കഴിഞ്ഞ് ഡിസിനെ കൂട്ടിക്കൊണ്ട് അവിടേക്ക് പോകും. അപ്പം ഇന്ന് മന്ത്രകോടി സാരിയൊക്കെ എടുത്തിട്ടായിരിക്കും ഡിസി പോകുന്നുണ്ടാവുക. പിന്നെ നമ്മൾ 9ാം മാസത്തിൽ അവിടെ 7 കൂട്ടം പലഹാരങ്ങൾ പൊതികളായിട്ടായിരിക്കും ഭാര്യ വീട്ടിൽ ഇത് ഇവിടേക്ക് വരുന്നത്. ആ പലഹാരങ്ങൾ നമ്മൾ വീതിച്ച് നമ്മുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും കൊടുക്കും. പിന്നെ 9ാം മാസത്തിൽ നമ്മൾ ഇവിടുന്ന് 9 കൂട്ടം പലഹാരങ്ങൾ എടുത്ത് പറയണം. അത് ഈ 7 കൂട്ടം പലഹാരങ്ങൾ ഒന്നും കൂടി പാക്ക് ചെയ്ത് നമ്മൾ അവിടേക്ക് പോകുന്നതായിരിക്കും. പ്ലസ് അഡീഷണൽ 2 കൂട്ടം പലഹാരങ്ങൾ അല്ലെ 7 + 8 9 ആയില്ല 9 കൂട്ടം പലഹാരങ്ങളായിട്ട് നമ്മൾ അവിടേക്ക് പോകും. 7ാം മാസത്തിലെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഇത് അജയ് ചേട്ടന്റെ രീതിയിൽ അജയ് ചേട്ടൻ മസാലയൊക്കെ കയറ്റി പൊരിപ്പിച്ച് കടുകൊക്കെ ഇട്ട് വറുത്ത് സെറ്റാക്കി തരും. കുറെ നാൾക്ക് ശേഷം വീട്ടിലൊരു പരിപാടി നടക്കാൻ പോവുകയാണ്. എന്ത് പറയാനാ വന്നിട്ടില്ല. ഇവരെങ്ങനെ കാലത്ത് തന്നെ എഴുന്നേറ്റ് പള്ളിയിലൊക്കെ പോയി വിട്ട് അപ്പന്റെ കുഴിക്കൊക്കെ പോയി ചെട്ടിക്കാടൊക്കെ പോയി ഞങ്ങളുടെ ഇടവക പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് വന്നേക്കാണ്. ഇനി ഡിജി എന്തായാലും ഒരു 3-4-5 മാസം കഴിഞ്ഞിട്ട് വാവയായിട്ട് ഇങ്ങോട്ട് വരാം. അപ്പൊ ഇവളുടെ ഇന്നത്തോടുകൂടി ഇവളുടെ ബാച്ചിലർ സ്റ്റേജ് കഴിഞ്ഞ് ഇനി അമ്മ സ്റ്റേജിലേക്കാണ് ഇവിടെ കയറാം. അല്ല ബാച്ചിലർ സ്റ്റേജ് എന്നല്ല, ഇനി അമ്മയായിട്ട് അടുത്തതിലേക്കാവും ഞാൻ അമ്മാമ്മയാവും. അങ്ങനെ വിച്ചു വന്നിട്ടുണ്ട്. എടാ സുന്ദരനായിട്ടല്ലോ. ഇത് ആദ്യമേ പറയരുത്, ഞാൻ കുറച്ച് ബ്രൂട്ടിഷ് ചെയ്തിട്ട് വന്നാലോ. കല്യാണം കഴിഞ്ഞപ്പോ ഗ്ലാമർ കൂടിയിടാ നിന്റെ. അയ്യോ പറയണോ എല്ലാവരും. അപ്പൊ നമ്മുടെ വല്യപ്പൻ എവിടെയുണ്ട്? വല്യപ്പൻ എന്തായാലും സുഖല്ലേ? എല്ലാം നല്ല സുഖമായിട്ട് പോകുന്നു. ഷെഫിന്റെ പേരെന്ന് പറഞ്ഞാൽ വിച്ചു ഷെഫ് ഷൈൻ. നമ്മുടെ അളിയനാണ്. അളിയനാണ്. നമസ്കാരം. ഇന്ന് എന്താ നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇന്നിപ്പോ സ്പെഷ്യല് നമ്മള് അങ്കമാലി മാങ്ങക്കറി ഉണ്ട്, മീൻ വറ്റിച്ചതുണ്ട്, ബീഫ് തേങ്ങക്കൊത്തിട്ട് ഒലത്തിയതുണ്ട്, പിന്നെ നാടൻ സ്റ്റൈലിൽ ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ നമ്മള് സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, മഷ്റൂം ഉണ്ട്. തകർക്കും ഫുഡ് ഗംഭീരായിരിക്കും. ഓക്കെ, ഫുഡ് നന്നായിരിക്കും. നിങ്ങളുടെ കാറ്ററിംഗിന്റെ പേര് കൂടി ഒന്ന് പറഞ്ഞു. സ്പൈസി ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് എന്നാണ്. സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്, വീടിന്റെ അകത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ പണിയെടുക്കുന്ന ആൾക്കാർ. ഹായ് അജയ് സ്റ്റീഫനോട്. ഏറ്റവും ഭാരം കൂടിയ സാധനം, ഏറ്റവും ഭാരമുള്ളത് എടുക്കാറ്. നീ ബാക്കിയുള്ളവരുടെ വീഡിയോ എടുക്കച്ചല്ലേ. നമ്മുടെ കൊണ്ടുപോകലിന്റെ ചടങ്ങുകളാണ്. ഇനി നമുക്ക് കേക്ക് മുറിക്കണം, പ്രാർത്ഥന ചെല്ലണം, ഭക്ഷണം കഴിക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. എല്ലാവരും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ കാണിച്ചു തരാം. എന്തെങ്കിലും പറയാ, അതായത് ഇന്ന് നിങ്ങളെല്ലാവരും കൂടി വന്നേക്കണത് എന്തിനാന്ന് പറയാ. അതെ, ഞങ്ങൾ ഡിജിയുടെ ആവശ്യം കൂടാൻ വന്നേക്കണതാ. കാര്യം കഴിഞ്ഞില്ലേ, സന്തോഷമായിട്ട് കൂടി പോണ്. സന്തോഷമുണ്ട് എല്ലാത്തിനും. സുഖമാണ്. ഇവള് മാത്രമേ ഉള്ളൂ ഇവിടെ ചെറുതേ. അപ്പൊ ഇവളെ കൊണ്ട് ഞങ്ങൾ എല്ലാ പണി എടുപ്പിക്കാന്ന് ചിരിക്കുക. ഇതല്ല, ഇത് കഴിഞ്ഞിട്ടുള്ള മെയിൻ ഔട്ട്ഫിറ്റ്. സോഫയുടെ ആരാധകരൊക്കെ ഇവിടെ ഉണ്ട്. അവരോടൊരു വാക്ക്. ആന്റി എന്താ പറയണ? സുഖം. ഇത് ഭയങ്കര സുന്ദരിയായിട്ട് ഞാൻ ആരോ പറയണ്ടായിരുന്നു. അങ്കിള് പറഞ്ഞിട്ടാണ് ഈ സാരി എടുത്തതെന്ന് പറയണ്ടായിരുന്നു. സോഫിയാന്റെ ഡിജിനെ കൊണ്ടുപോവാൻ വേണ്ടിട്ട് സൗദിന്ന് വന്നേക്കണോ? അങ്ങ് സൗദിയിലുണ്ട് പിടി. ഡിജി വെയിറ്റ് ചെയ്യാണ്. സോഫിയാന്റെ വന്നിട്ടേ പോകുന്നുണ്ട്. അങ്ങനെ ചുള്ളനായിട്ടെന്ന് പറയണ്ടായിരുന്നു. ഇതെന്റെ അച്ചാച്ചൻ, ഒരേ ഒരു അച്ചാച്ചൻ. അമ്മച്ചിക്ക് ഒരേ ആങ്ങളേ ഉള്ളൂ, ഒരു ആങ്ങളേ ഉള്ളൂ കേട്ടാ. അപ്പൊ ഞങ്ങൾക്കുള്ള ഒരേ ഒരു അച്ചാച്ചനാണിത്.
ഇത് പപ്പയുടെ മൂത്ത വല്യപ്പൻ, ഇത് ഇളയ വല്യപ്പൻ, ഇനി ഒരു വല്യപ്പനും കൂടി ഉണ്ട്. ഇതാണ് നമ്മുടെ ജെയിംസ് വല്യപ്പനെ താഴെയുള്ള വല്യപ്പൻ ജോൺസൺ വല്യപ്പൻ. ജോൺസൺ വല്യപ്പൻ എന്ത് പറയണം? നല്ല തന്നെ. ബിജു ബ്രോ, ഇനി എന്താ നമ്മുടെ പരിപാടി? ഇനി മെയിൻസ് ആണ്, ഇവന്റിന്റെ സ്പെഷ്യൽ ഐറ്റംസ്. എന്താ വെടിക്കെട്ടാണോ? കാണിച്ചിട്ട് സർപ്രൈസ്. സർപ്രൈസാ? നമ്മുടെ പലഹാരപ്പൊതി. എന്റെ പൊന്നടാ, ഇതെന്തുവാണ് ഇത്? അപ്പൊ നമ്മുടെ പലഹാരങ്ങൾ കൊണ്ടുവരുന്ന പരിപാടിയായിട്ടോ. അപ്പൊ അവിടുന്ന് ഡിജിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പലഹാരങ്ങളാണ്. ഇതിന് നമ്മൾ വീതിച്ച് എല്ലാവർക്കും കൊടുത്തു വിടണം. അതാണ് ഈ ചടങ്ങിന്റെ ഒരു പ്രത്യേകത. നമുക്കിപ്പോ ഭാര്യ വീട്ടിൽ നിന്ന് 7 കൂട്ടം പലഹാരങ്ങളായിട്ട് വീട്ടിൽ നിന്നൊക്കെ ഡിജിയുടെ വീട്ടിൽ നിന്ന് ഡിജിയുടെ വീട്ടിൽ നിന്ന് 7 കൂട്ടം പലഹാരങ്ങളായിട്ട് നമുക്കിപ്പോ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഈ പെട്ടിയിലൊക്കെ സാധനങ്ങളാക്കണം. ഇനി നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കണം. അതിന് മുമ്പ് ഇനി നമുക്കൊരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു വിരുന്ന് പരിപാടികളൊക്കെ ഉണ്ട്. ബെസ്റ്റ് ഫ്രണ്ടും വൈഫ് എത്തി. ഫുഡ് എടുക്കാൻ പോയിട്ട് ലേറ്റ് ആയതല്ല, അവൻ ലേറ്റ് ആയതല്ല, സോറി. മറ്റേ ബാക്ക്ഗ്രൗണ്ട് കൈയൊക്കെ പിടിക്കാൻ പറഞ്ഞു. വിഷ്ണുവിനെ എല്ലാവർക്കും ഇത് ലിസറി, ഇത് വിഷ്ണു. അപ്പൊ തുടങ്ങിയാലോ പരിപാടി? പിന്നല്ല. ഇവരെ ഇവിടെ വീട്ടിൽ വന്നപ്പോ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് കൂർക്കം വലിച്ച് ഉറങ്ങണ ഒരു വീഡിയോ ഞാൻ ആലോചിക്കണം, അതുപോലെ യൂട്യൂബിൽ ഇട്ടാലോ എന്നുള്ളത്. പ്രാർത്ഥന എത്തിക്കാം. ഈ ബൈബിൾ വായിക്കാൻ പോവാ, വെള്ളി വീഴാൻ ചാൻസ് ഉണ്ട്. നീ വായിക്കോ? പണ്ടിട്ടു മറ്റേ എന്തായിരുന്നു, വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായിച്ചതാ, വെളിച്ചപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അങ്ങനെ വായിച്ചിട്ടുണ്ട്. സത്യമായിട്ട് വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അത് വായിച്ചത്. അതിന് വെളിച്ചപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഒന്നാമത്തെ അച്ഛൻ എന്താണ് നീ പറയുമ്പോ സത്യം പറയുന്നോണാ. ബൈബിളിന്റെ ഭാഗം വായിച്ചോളാം. ഡിജിമോൾ. അതുപോലെ ഇപ്പോൾ നിങ്ങൾ മാബിലരാണ്. അയ്യോ, അതൊന്നുകൂടി പറയോ? കേക്കൊക്കെ മുറിച്ചേ അവരുടെ സന്തോഷത്തില് മധുരം തിന്ന് നമുക്കും പങ്കുചേരാം. അവര് തരുന്ന മധുരമൊക്കെ നമുക്ക് സ്വീകരിക്കാം. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் எங்கு சௌக்கியமே உன்னை எண்ணி பார்க்கையும் കവിത സുട്ടത്. അങ്ങനെ കേക്ക് കട്ടിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഫുഡ് അടി പരിപാടിയിലേക്ക് കിടക്കാണ്. ആകെ മര്യാദയ്ക്ക് അറിയാവുന്ന ഒരു പണി തന്നെ. അമ്മ ഇതിലൊരു സ്പൂൺ ഇട്ടിട്ട് മേശ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പൂൺ ഇത് മേശ ഡൈനിങ് ടേബിൾ മേഡം. ഒരു ക്യാമറ ഉണ്ട്, എന്ത് സുഖമല്ലേ? ആയിക്കോട്ടെ, മഷ്റൂം അത് എങ്ങനെയുണ്ട് പരിപാടികള്? എല്ലാം ഇങ്ങനെ നോക്കിക്കണ്ടോണ്ടിരിക്കുവാണ്. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണല്ലോ. ശീലാക്കിക്കോ. എല്ലാം കാണുമ്പോ ഒരു സന്തോഷം. എന്താ പറയൂ, ഗ്രാൻഡ് മദറാണ്. ഗ്രാൻഡ് മദറാണോ? തമാശയല്ല, കാര്യം. സന്തോഷം. കുറച്ച് നാളായി ആഗ്രഹിക്കണം ഗ്രാൻഡ് മദർ ആവണം. പ്രായാവട്ടോ ഗ്രാൻഡ് മദർ ആയി കഴിഞ്ഞാൽ? അത് കുഴപ്പമില്ല. സന്തൂർ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് മദർ, സന്തൂർ ഗ്രാൻഡ് മദർ. എനിക്ക് വയ്യ. സന്തോഷ് പണ്ഡിറ്റ്, സന്തോഷ് ഗ്രാൻഡ് മദർ, സന്തൂർ. സന്തൂർ. കേട്ടില്ലേ? സന്തൂർ മമ്മി എന്ന് പറയൂലേ? എന്തൊക്കെ വിശേഷങ്ങളുടെ സംഭവിക്കണേന്ന് അറിയാൻ വേണ്ടി വന്നത്. വണ്ണം വെക്കണം. ഈശോ, അത് മനസ്സിലുള്ളൂ. അടപ്രഥമൻ വിളമ്പാൻ പോകുന്നു. അതിന് പിന്നാണ് പോണവരുണ്ടല്ലോ. എങ്കേമായിരിക്കണു സദ്യ. ഇതിന് കണക്ക് തീർക്കണ്ട, നമുക്ക് അവിടെ ഇനി ഡിജിനെ ഇവര് കൊണ്ടുപോവാൻ പോവാ. സ്വർണ്ണവും സാരിയൊക്കെ ഇട്ട് ഇങ്ങോട്ട് കയറ്റിയ മാതിരി പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോവാ. സ്വർണ്ണം മന്ത്രോടി സാരിയൊക്കെ കൊടുത്തിട്ട്. അപ്പൊ അതിനായിട്ട് ഒരുക്കാൻ പോവാണ് ഡിജിനെ. സാരി മാറ്റിക്കോ. അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പൊ എല്ലാ സാധനങ്ങളും ആയി ഇതില്. ഇതടച്ച് ഡിജിക്ക് കഴിക്കാനായിട്ട് കൊടുത്തയക്കണം.
50 വീട്ടിലോട്ടുള്ള അച്ചപ്പം, നേന്ത്രപ്പഴം, കേക്ക്, ഇത് കൊണ്ട് ഇവിടെ വെച്ചിട്ട് വീട് ഫുള്ള് ഇത് കഴിഞ്ഞിട്ട് ഇത് കൊണ്ട് കൊടുക്കണ്ടേ? 10 വീട് കഴിഞ്ഞപ്പില്ലേ ഇവളെന്നെ ആട്ടി എന്ന് പറഞ്ഞറിയാം. എനിക്ക് ആകെ 4-5 റിലേറ്റീവ്സ് ഉള്ളു. നിങ്ങൾക്ക് ഇത്ര വേണം, നിങ്ങൾ എന്നോട് നോക്കാന്ന് പറഞ്ഞു. അതുവരെ ഒരു സ്നേഹട്ടാതൊക്കെ അന്നത്തോടെ വീഡിയോയില് വരും. അറിയട്ടെ, ധാരാളം അറിയട്ടെ. ഒറ്റൊരു ഫ്ലോ കിട്ടല്ല. അങ്ങനെ ഡിജി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ കല്യാണത്തിന് കണ്ട ആ മന്ത്രകോടിയിലുള്ള ഡിജിനെയാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അതല്ല, ഇത് വേറെ എന്തിനാണ് നിങ്ങൾ കരയണ്ട അന്നത്തെ പോലെ? കരയണോ? ഞങ്ങള് കൊണ്ടുപോകണേ. ഇത് മറ്റേ കൊച്ചിനേക്കട എത്ര ദിവസം കഴിഞ്ഞിട്ട് ഇനി കാണണേ. ഫോട്ടോഷൂട്ട് പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തീരും. കല്യാണത്തിനെ കേറിയ നേരത്ത് കണ്ടതാ എങ്ങനെ ഇവളെ. പിന്നെ ഇവള് സ്വർണത്തിന്റെ സ്വർണം ഇടുകയെന്ന് പറഞ്ഞാല് രണ്ടും കണക്കാ. ഞാൻ എന്താ ചെയ്യാ, നമുക്ക് ആശിച്ചിട്ട് കാര്യല്ലോ. കാണാൻ വേണ്ടി നിന്ന് കൊടുക്കണ്ട. എനിക്കറിയില്ല, ഇപ്പഴേ കാണുള്ളൂ. വെറുതെ ഇല്ല. 1001 തന്നുള്ളൂ. മോള് ധൈര്യമായിട്ട് പോക്കോട്ടെ. നല്ല ഉണ്ണിയെ ദൈവം തരും. യേശുവിനോട് പ്രാർത്ഥിക്കാം, മാതാവിനോട് കേട്ടാ. ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നല്ല കുട്ടീനെ തരും. ഡിജിക്ക് കഴിക്കാനുള്ള പാപ്പം കൊടുക്കുക. ഡിജിക്ക് ഇഷ്ടമുള്ളവർക്ക് ഡിജി കൊടുക്കാം. പങ്കുവെച്ചവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം. ഇഷ്ടമില്ലെങ്കിൽ നീ തന്നെ തിന്നാം. ഡിജി പാട്ട് പാടും രണ്ടുപേര്. ലാസ്റ്റ് രണ്ടുപേര് അല്ലെങ്കിൽ ഞങ്ങൾ പാടും. ഓക്കെ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോടാൻ എത്ര സ്തുതിച്ചാലും മതി വരുമോ? നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ഇറങ്ങണ്ടേ ഇനി? കരയണ്ട. എനിക്ക് ഞാൻ ഒരു നാളെ കുട്ടീനെ കെട്ടിപ്പിടിക്കും. അജയ് ചേട്ടാ ഇറങ്ങണല്ലേ? കഴിഞ്ഞു. ടാറ്റ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ.